ഹലോ, ഗുഡ് മോർണിംഗ്. ഇതെല്ലാം വിശേഷമൊക്കെ. ഇന്നിപ്പോൾ ചെറിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വീഡിയോ. കാരണം ഇപ്പോൾ നമ്മൾ ഡ്രൈവർമാർക്ക് എല്ലാവർക്കും ഏകദേശം അറിയുന്ന കാര്യങ്ങളാണ്. കാരണം വേറെ ഒന്നുമില്ല. കാരണം ഞാൻ ഇന്നലെ പുറത്തേക്ക് പോകുമ്പോഴേ ചെറിയ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ പോക്കറ്റ് റോഡിൽ നിന്ന് ഉള്ളിലേക്ക് വരില്ലേ, അല്ല പോക്കറ്റ് റോഡിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് ഹൈവേക്ക് വരുന്നുണ്ട്. അപ്പോൾ സംഭവം വണ്ടികളൊന്നുമില്ല, ചെറുമാര് തിരക്കുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ മാഡം വിളിച്ചിട്ട് അങ്ങനെ അർജൻറ്റാണ്. അപ്പോൾ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഏതൊരു കമ്പനി ഡ്രൈവറാണ്. അപ്പോൾ ഞാനവരോട് കൈ കൊണ്ട് ഇങ്ങനെ കാട്ടി ഞാൻ ഒന്ന് കയറി പോട്ടെ. കാരണം സാധാരണ നമ്മൾ പറയാണ്ട് ഇപ്പോൾ കുത്തി കയറുമ്പോൾ അതൊരു മോശപ്പെട്ട ഒരു കാട്ടിക്കൂടില്ല. ഇനി പറയാതെ കുത്തി കയറുമ്പോൾ തന്നെ ഇപ്പം കുറച്ച് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 5 സെക്കൻഡ് നമുക്കൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ കയറി 5 സെക്കൻഡേ ഉള്ളൂ. ഗ്യാപ്പ് ഒന്ന് കയറിപ്പോയി ഏതൊരു ഡ്രൈവർ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ ചിന്തിക്കാനുണ്ടോ. കാരണം നമ്മളിപ്പോൾ ഒരു 5 സെക്കൻഡിന് നമ്മൾ ഈ ഒരു ദിവസം 2 ദിവസം 3 ദിവസം നമുക്ക് വേസ്റ്റ് ആവും. കാരണം 5 സെക്കൻഡിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു പ്രശ്നം അവിടെ ഒഴിവാകും. കാരണം ആ സമയത്ത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഓൻ്റെ ബിപിയും കയറും, നമ്മളെ ബിപിയും കയറും. അപ്പോൾ ഓൻ്റെ സൈഡും തരില്ല, നമ്മൾ കുത്തി കയറും ചെയ്യുമ്പോൾ വണ്ടി തട്ടി കഴിഞ്ഞാൽ ആകെ പ്രശ്നം. എനിക്ക് അനുഭവമുള്ളതാണ്. കാരണം ചെറുമാർ തട്ടിയിട്ട് 3 ദിവസം ഞാൻ മറ്റേ സരായ പോയി വന്ന് 1 അപ്പോയിൻമെൻറ്റ് എടുക്കാം, 2 വണ്ടി കൊണ്ടിടാം, 3 വണ്ടി എടുക്കാൻ. അപ്പോൾ പൈസയും ചെല്ലുമ്പോൾ നമ്മുടെ ടൈം പ്രശ്നമാണ്. കാരണം സ്കൂളും കൊണ്ട് വേറെ വണ്ടിയില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാനിവനോട് ചോദിച്ചു എന്നിട്ട് കയറ്റെന്ന് ചോദിച്ചപ്പോൾ ഓന് ഭയങ്കര വാശി. ബംഗാളി ഏതാണെന്നറിയില്ല, നേപ്പാളി ഏതൊക്കെയെന്നറിയില്ല, ഭയങ്കര വാശിയാണ്. അപ്പോൾ കുത്തി കയറി. അപ്പോൾ ഞാനോ കൈ കൊണ്ട് കട്ടി. ഓനങ്ങനെ നോക്കിയിട്ട് പോക്ക പോയി. അപ്പോൾ നമ്മളേതും ചിന്തിക്കണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഇതേപോലെ ഒരുപാട് അനുഭവം ഉള്ളത് തന്നെയാണ്. കാരണം നമ്മളിങ്ങനെ ഓരോ ആവശ്യങ്ങൾ പോകുമ്പോൾ ബാക്കിൽ ഇങ്ങനെ സ്പീഡ് ബ്രേക്കിൽ അങ്ങനെ മെല്ലെ ഇതിനെ പോകും, കൈവണ്ടി പോകണ പോലെ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമുള്ളവരാണെങ്കിൽ അവർക്കിടെ മാറ്റി കൊടുക്കുക. ഇപ്പോഴത്തെ ട്രാക്കിൽ വണ്ടി ഇല്ലെങ്കിൽ അത് മാറ്റി കൊടുക്കുക. അപ്പം നമ്മളെന്തിനായാലും മെല്ലെ ഇങ്ങനെ പോകേണ്ട അതിൻ്റെ ആവശ്യമില്ല. ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് നമുക്ക് ടൈം. ഈ ടൈമിൻ്റെ ഇതിൽ നമ്മൾ ഒരു ചാൻസ് അല്ലേ, ഒരു 10 മിനിറ്റ്, ഒരു 10 സെക്കൻഡ് പോയി വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി കയറുമ്പോൾ ഓർക്കും പോകും, മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മൾ വാഷ് കഴിഞ്ഞാൽ നമ്മൾ ബീപ്പിങ് കയറും, ഓൻ്റെ ബീപ്പിങ് കയറും. ഏറ്റവും കൂടുതൽ ബീപ്പുള്ള ആൾക്കാർ എൻ്റെ അനുഭവത്തിൽ ഡ്രൈവർമാരാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞ്. പിന്നെ നമ്മൾ വണ്ടി തട്ടി കഴിഞ്ഞാൽ പോലീസിനെ 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അത് ചൂടത്തുന്നത് കാലസാര ചൂടത്ത്. പിന്നെ പോലീസ് വന്ന് എൻക്വയറി ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒത്തുതീർപ്പാക്കാൻ പറ്റിയ ഒത്തുതീർപ്പ്, അല്ലെങ്കിൽ ഒരു സ്റ്റേഷനിൽ പോകാൻ പറ്റും, 2 ആൾ അങ്ങോട്ട് പോകും. അവിടുന്ന് പിന്നെ പേപ്പർ കിട്ടി, ഇൻഷൂർ കമ്പനിയിൽ പോയി അത് വാങ്ങി ഒരുപാട് ഒരു 10 ദിവസം അങ്ങനെ പോകും. നമ്മൾ ഒരാഴ്ച മാക്സിമം പോകും. അപ്പോൾ എന്തിനാ നിൽക്കണ്, ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് മറ്റു വണ്ടി കയറി പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. അപ്പോൾ പിന്നെ പ്രശ്നം തീർന്ന് അല്ലേ. എന്തായാലും മാക്സിമം നമ്മളെല്ലാവരും ചെയ്യേണ്ട എത്ര കാര്യമുള്ളൂ. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ധൃതിയുള്ളവരുണ്ടോ ധൃതിയില്ലാത്തവരുണ്ടോ. ഈ കാലത്ത് പോകണം എല്ലാവർക്കും എന്താ പറയുക, ഓഫീസിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ധൃതിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എന്തപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, സ്വാഭാവികം നമ്മൾ കഴിയേണ്ട ഒരു മിനിറ്റ് 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി പരിപാടി കഴിഞ്ഞ്. പിന്നെ അടുത്ത വണ്ടിക്ക് പോകണമെങ്കിൽ അടുത്ത വണ്ടിക്കാരോട് ഗ്യാപ്പ് ചോദിക്കണം. അതാണ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി വണ്ടി ഓടിക്കാൻ പറ്റില്ല. നമ്മൾ വാശി അവരും വാശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചിലപ്പോൾ അവർ വാശി നമ്മളെ വാശി പിടിക്കേണ്ട ആവശ്യമില്ല. ഓൻ പോയിക്കോട്ടെ, ഓൻ്റെ നമ്മൾ കുത്തി കയറി നിൽക്കണ്ട. കുത്തി കയറി കഴിഞ്ഞാൽ എന്താവും, അവിടെ വലിയൊരു പ്രശ്നം സംഭവിക്കും. അപ്പം ബാക്കിയുള്ള വണ്ടിക്കാരും അതേപോലെ ബാക്കിയുള്ള ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. ചിലപ്പോൾ കറക്റ്റ് ടൈമിലൊക്കെ ചിലപ്പോൾ ഓരോരുത്തർ റൂമിൽ നിന്ന് ഇറങ്ങും ഓഫീസിലേക്ക്. ചിലപ്പോൾ ആ ടൈം 10 മിനിറ്റ് അവിടെ പോകും. ഞാൻ ദുബായിലൊക്കെ വണ്ടി പിടിച്ചതാണ്. ദുബായിലൊക്കെ എന്ന് പറഞ്ഞാൽ നാഷണൽ ബാങ്കിൻ്റെ അവിടെ നിന്ന് പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലരൊക്കെ പുലർച്ചെ 2 മണിക്ക് എനിക്ക് വരും, എന്നിട്ട് ആ ബ്ലോക്ക് കൊടുക്കും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതുള്ളൂ. കാരണം നമുക്ക് എത്ര നേരം ഉണ്ടെങ്കിലും നമ്മൾ എന്താ പറയുക, മറ്റുള്ളവരോട് എതിർത്തിട്ട് നമ്മൾ വണ്ടി പിടിക്കാൻ നിൽക്കരുത്. എതിർത്ത് നമുക്ക് തന്നെ നഷ്ടം, അവർക്കും നഷ്ടമില്ല. അപ്പോൾ നമ്മുടെയൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലീസ് വരും. നമ്മുടെ മിസ്റ്റേക്കോ അവരും മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ദിവസം പോകും ഒക്കെ നമ്മളെ ചെയ്യണം. നമ്മൾ അറബാക്കന്മാരും ചെയ്യില്ല. അവർ അയാളുള്ളൂ ഇൻഷൂർ അയാളുള്ളൂ സനായ ഗാരേജ് എന്നൊക്കെ അവർ പറഞ്ഞു. നമ്മളോടുണ്ട്, നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ടൈമാണ് നമുക്ക് ഈ പോകണം. കാരണം ഇവിടെ നിന്നൊക്കെ സനായക്ക് ഒരു 1/2 മണിക്കൂറിൻ്റെ മേലെ ഓട്ടം ഉണ്ട്. എത്ര വർഷം പോകണം. എൻ്റെ മാഡത്തിൻ്റെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് വണ്ടി തട്ടും. അപ്പോൾ അത് കൊണ്ടിട്ട് എടുക്കും. കൊണ്ടിട്ട് ആദ്യം പോയി അപ്പോയിൻമെൻറ്റ് എടുക്കണം. പോയിട്ട് എടുക്കണം. ഇവിടെ ഫോണിലൊന്നും നടക്കില്ല. പോയിട്ട് എടുക്കണം അപ്പോയിൻമെൻറ്റ്. എന്നിട്ട് വന്നിട്ട് പിറ്റേ ഒരു ദിവസം അവർ വിളിക്കും. ആ ദിവസം വണ്ടി കൊണ്ടുവരണം. എന്നിട്ട് ഇങ്ങോട്ട് പോകണം. എന്നിട്ട് വീട്ടിൽ വന്ന് വീണ്ടും പോകണം. അപ്പോൾ ഒരുപാട് ദിവസത്തെ ടൈമായി പോകണം നമുക്ക്. ശരി.